ശരി. ശ്രീ ഫസൽ ഗഫൂർ, ഈ യുദ്ധം കഴിഞ്ഞ വർഷവും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, അമേരിക്ക പറഞ്ഞിരുന്നു, ഇറാനെ ഞങ്ങൾ ഇല്ലാതെയാക്കി, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിച്ചു. അത് 2025-ലാണ്. ഇത് 2026-ആണ്. ഈ യുദ്ധം തുടങ്ങിയ ആദ്യ ദിനങ്ങൾ തന്നെ അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെട്ടിരുന്നു ഇറാനെ വീണ്ടും ഇല്ലാതാക്കിയെന്ന്. ഇന്നലെ നോക്കൂ, 4000 കിലോമീറ്റർ അകലെ, ഇറാൻ അത് ഞങ്ങളുടേതല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും 4000 കിലോമീറ്റർ അകലെ ദൂരപരിധിയിലുള്ള ദിയോഗ ഗാർഷയിലാണ്. അത് കഴിഞ്ഞ് ഇസ്രയേലിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അയൺ ഡോം അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇസ്രയേലിലെ ദിമോണ, അത് അവരുടെ ആണവ കേന്ദ്രമാണ്, ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള മേഖലയാണ്. അവിടേക്ക് മിസൈൽ ആക്രമണം നടത്താൻ ഇറാന് കഴിഞ്ഞു. അപ്പോൾ തങ്ങളുടെ പക്കൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്നുള്ളത് ഒറ്റയടിക്ക് തീർക്കുകയല്ല, ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് ദീർഘകാലത്തേക്കുള്ള ഒരു പ്രൊജക്റ്റായി ഇറാൻ കരുതി വെച്ചിരിക്കുകയായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ അറബ് GCC രാജ്യങ്ങൾ ഒരു യുദ്ധത്തിലും അവർ പങ്കെടുത്തിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 യുദ്ധം ഉണ്ടായിരുന്നു ഇസ്രായേലിനെതിരായിട്ട്. അതിലൊന്നും ഈ GCC രാജ്യങ്ങൾ പങ്കെടുത്തിട്ടില്ല. സൗദി അറേബ്യ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ മിലിറ്ററി എല്ലാം ടൈം ടെസ്റ്റഡ് അല്ല. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം 8 വർഷമായിട്ട് അവർ ഈ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഫോഴ്സായിട്ടുള്ള ഇറാഖിനെതിരായിട്ട് അവർ പിടിച്ചു നിന്ന് ആ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ എപ്പോഴും നമ്മൾ ആരാണ് ഒഫൻസീവിൽ പോകണം, അവർ തോറ്റുപോകാന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഇറാഖ് തോറ്റുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള മതം മാത്രമല്ല, എന്ത് പറഞ്ഞാലും തിയോളജിക്കലി ആണെന്ന് പറഞ്ഞാലും മറ്റേ നമ്മൾ സ്പിരിച്വലി ആണെന്ന് പറഞ്ഞാലും എന്തായാലും ഒരു ഫോഴ്സ് അവർക്കുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാമത്തെ ഒരു വലിയൊരു കാര്യം അവർക്കുള്ളത്, അതൊരു 100% ഞാൻ പറയും. ഈ കുർദൊന്നും അവിടെ ഇല്ല കേട്ടോ, വളരെ കുറച്ച് ആൾക്കാരെ കുർദ് ഒക്കെ ഉള്ളൂ. ആ കുർദും കൂട്ടരൊക്കെ അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു തരത്തിലുള്ള ഒരു റിവോൾട്ട് ഉണ്ടാക്കാമെന്നൊക്കെ അമേരിക്ക വിചാരിച്ചാൽ അതൊന്നും നടക്കണ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, കുർദ് പല സ്ഥലത്തും ഉണ്ട്, സിറിയയിലുണ്ട് കുർദ്, ഇറാഖിലുണ്ട്, അതൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം ആയിട്ടുള്ളത് ഹോർമൂസ് മറ്റേ കടലെടുക്ക്. ഞാൻ ഈ മസ്കറ്റ് വഴി 2 കൊല്ലങ്ങൾക്ക് മുമ്പ് മസ്കറ്റ് യൂണിവേഴ്സിറ്റി എന്നെ ക്ഷണിച്ചിട്ട് അവരൊരു ടൂറിന് ആ വഴിക്ക് കൂടെ കൊണ്ടുപോയിട്ടുണ്ട്, മനസ്സിലല്ലേ? അപ്പോൾ അത് ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഭീകരമാണ് സംഭവം. അങ്ങനെ പാറകളുടെ ഇടയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊക്കെ. അപ്പം നേരത്തെ നമ്മുടെ വിദഗ്ധൻ ആൻ്റണി പറഞ്ഞ മാതിരി തന്നെ, മനസ്സിലായില്ലേ, 2 കിലോമീറ്ററൊക്കെയാണ് ഇതിൻ്റെ ഗ്യാപ്പ് കിടക്കുന്നത്. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഈ ഹോർമുസിൻ്റെ ഉൾക്കടലിൽ 2000 കപ്പലുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇന്ത്യയുടെ തന്നെ 22 കപ്പൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അത് മിസൈൽ മാത്രമല്ല, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഈ മലകളും അതിനപ്പുറത്തായിട്ട് മരുഭൂമിയും ഒക്കെ, അവിടെ നിന്നൊക്കെ ഈ റോക്കറ്റുകളൊക്കെ വിട്ട് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു ഓയിൽ ടാങ്കറിന് മുകളിൽ ഒരു റോക്കറ്റ് പോയി വീണാൽ എന്തായിരിക്കും സ്ഥിതി ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇത്തവണ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഹമ്മദ് അലി ക്ലേ ഉപയോഗിച്ചിരുന്ന ടാക്ടിക്സ് ഉണ്ട് ബോക്സിങ്ങിൽ, റോപ്പ് ഡോഗ് ട്രിപ്പ്. അതായത് കുറേ അടി നമ്മൾ ഇങ്ങോട്ടേക്ക് അടിച്ച് വാങ്ങിച്ചതിന് ശേഷം അവനെ തിരിച്ചടിക്കുക. ആ പോളിസി എടുത്തുകൊണ്ട് 2 സ്ഥലത്താണ് അവർ ആക്രമിച്ചത്. ഒന്ന് എക്കണോമിക്കൽ വാർഫെയർ, അതിലിപ്പോൾ ഇന്ത്യക്കും പ്രശ്നം ഉണ്ടാകാൻ പോകണം. രണ്ടാമതായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ്, അത് അവർ ഉപയോഗപ്പെടുത്തിയിരിക്കും. 3 ന്യൂ ടാക്ടിക്സ് വാറിൽ. എന്താണ് ആ ടാക്ടിക്സ്? അവരുടെ എയർക്രാഫ്റ്റ് കാരൊക്കെ ദൂരെ കിടക്കുകയാണ് ഇപ്പോൾ പേടിച്ചിട്ട്. എന്താണ് നമ്മുടെ യുക്രൈനിൽ ഉപയോഗിച്ച സമയത്ത് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രോൺ വാർഫെയറും മിസൈൽ വാർഫെയറും. അതാണ് ഡിയോഗോ ഗാർസിയെ പറ്റി പറഞ്ഞത്. അപ്പോൾ പുതിയൊരു യുദ്ധതന്ത്രം ഉപയോഗിക്കണം. എയർക്രാഫ്റ്റ് കാരിയറും വേണ്ട, ഫൈറ്റർ എയർക്രാഫ്റ്റും വേണ്ട. ഇതൊക്കെ ഇവർ എയർക്രാഫ്റ്റ് കാരൊക്കെ മറ്റേത് പ്ലെയിനൊക്കെ എടുത്ത് ഇവർ പൂത്തി വെച്ചിരിക്കണം. അത് എന്ത് പറ്റിയെന്ന് നമ്മുടെ ഇറാൻ നേവിക്കും ഇറാൻ മറ്റേ വ്യോമസേനയ്ക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിഞ്ഞൂടാ, അത് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം ഇത് വളരെ ദീർഘദൃഷ്ടിയോടുകൂടി അവർ ചെയ്തിട്ടുള്ള ഒരു തന്ത്രമാണ്. അമേരിക്ക യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒറ്റ വാക്കും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് വി ഫൈറ്റ് ഫ്രം ബ്രിങ് പീസ് ഫ്രം എ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് കൊസോവോയിൽ ഞങ്ങൾ ഇടപെട്ടു, ഞങ്ങൾ അർമേനിയയിൽ ഞങ്ങൾ ഇടപെട്ടു, ഇന്ത്യയിൽ ഞങ്ങൾ ഇടപെട്ടിട്ടാണ് സമാധാനം വന്നത്, ഗാസയിൽ ഞങ്ങൾ ഇടപെട്ടിട്ടാണ് സമാധാനം വന്നത്. 8 സ്ഥലത്ത് ലോകത്ത് സമാധാനം വന്നു. ശരിക്കും സമാധാനം വേണ്ടി വരുന്ന യുക്രൈനിൽ ഒന്നും നടന്നില്ലല്ലോ, ഒരു സമാധാനമാണ് നടക്കുന്നില്ല. ഗാസയിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ പീസൊന്നും ട്രീറ്റിയൊന്നും ഉണ്ടായിട്ടില്ല, വെടിനിർത്തലാണ്. അപ്പോൾ ഇവിടെയും ഇതേമായി തന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതൊരു വെടി നിർത്തി വെച്ചിരിക്കുന്ന താൽക്കാലികം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റിൽ ഒറ്റ കാര്യം പറയാം, ഈ 24 ദിവസം പിടിച്ചു നിന്നു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അത് ഇറാന്റെ വിജയമായിട്ട് ഞാൻ കാണുന്നു. ശരി. ശ്രീ ഫസൽ ഗഫൂർ, ഇന്നാണ് പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതിലപ്പുറം പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ചർച്ചകൾ അനിവാര്യമാണെന്ന് പറയുമ്പോഴും യുദ്ധം നീളാനാണ് സാധ്യത. അവിടെ
ഇറാൻ ഇറാഖ് 8 വർഷം നീണ്ടൊരു യുദ്ധമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് യുദ്ധം ചെയ്ത് ദൈർഘ്യമേറിയ യുദ്ധം ചെയ്ത് അറിവുണ്ട്, അതിന്റെ അനുഭവ സമ്പത്തുമുണ്ട്. അതുകൊണ്ട് ഒരു ഹ്രസ്വമായ ഒരു യുദ്ധം, ഒരു ഷോർട്ട് ടേം യുദ്ധം ഇറാനെ കീഴ്പ്പെടുത്തുന്നു, അവിടെ ഭരണമാറ്റം നടത്തുന്നു, ഒരു പാവ സർക്കാരിനെ ഞങ്ങൾ അവിടെ സ്ഥാപിക്കുന്നു, ഞങ്ങൾ മടങ്ങി വരുന്നു, ജയിച്ചു. അതായിരുന്നു ലക്ഷ്യം. പക്ഷേ അതിനി നടപ്പില്ല എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങിയോ? അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നോ ഇറാനെ? തീർച്ചയായിട്ടും ഇറാൻ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് തന്നെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ജോഗ്രഫി അതിനൊന്നും അവർ തീരെ കണക്കിലെടുത്തിട്ടില്ല. പിന്നെ ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞ മാതിരി നമ്മൾ കുറച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് ഈ പറഞ്ഞതിൽ. ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. അത് നമ്മൾ ഗൾഫിൽ എൻ്റെ മകൻ തന്നെ അവിടെ ഉണ്ട്, ശാരദ എയർപോർട്ടിൻ്റെ മുന്നിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട്. ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ പറയണത് എന്താ പറയുക, അങ്ങനെ വലിയ ക്രൈസിസ് ഒന്നുമില്ല, ഇവിടെ ഡ്രോണിൻ്റെ ഡെബ്രിയൊക്കെ വീണിട്ടുള്ളൂ, ഡ്രോൺ വീണിട്ടില്ല, നിങ്ങൾ നോക്കൂ എത്ര ആൾ മരിച്ചു, വളരെ കുറച്ച് ആൾക്കാർ മരിച്ചിട്ടുള്ളൂ. അത് യാഥാർത്ഥ്യമാണോ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ആ രാജ്യങ്ങളിലൊക്കെ മനസ്സിലായില്ലേ, ഇത് വളരെ സർവേലൻസ് വളരെ കൂടുതലുള്ളതുകൊണ്ടും അവരോട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നും അത് ന്യൂസ് വെറുതെ പരത്താൻ പാടില്ല. ന്യൂസ് പരത്തിയിട്ട് അനാവശ്യമായിട്ടുള്ള ന്യൂസ് പരത്തിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു സ്ഥലത്ത് ഒരു അറ്റാക്ക് നടന്നു, അവിടെ വലിയ ഒരു തീപിടുത്തുണ്ടായി, അതിൻ്റെ വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള കാഴ്ചപ്പാട്. ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ നോക്കുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞതിനോട് ഞാൻ വീണ്ടും യോജിക്കുകയാണ്. ഞങ്ങളുടെ ബാങ്ക് മാനേജർമാരോട് സംസാരിച്ചു, MES ബാങ്ക്. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്നുണ്ടെങ്കിൽ വലിയൊരു ക്രൈസിസാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്യുന്നു, മനസ്സിലായില്ലേ. സ്റ്റോക്ക് മാർക്കറ്റിൽ 50 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഓയിൽ പ്രൈസ് 120-140 പോവുകയാണെങ്കിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു. ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ LPG ഗ്യാസ് കിട്ടുന്നില്ല. 50% കുറച്ചവർ ഹോട്ടലുകളൊന്നും ഇപ്പോൾ പൊരിച്ച സാധനങ്ങളൊന്നും വലിയ ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടൽ വരെ കിട്ടുന്നില്ല. ഫ്രൈഡ് ഐറ്റം ഒക്കെ അവർ ഒഴിവാക്കിയിട്ട് അവർ ബോയിൽഡ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുള്ളൂ. ബുഫേകളൊക്കെ അവർ കുറച്ച് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്സെപ്റ്റ് ഡൊമസ്റ്റിക് കൺസംഷൻ ഇനി എപ്പോഴാണ് കട്ട് വരാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഇന്ത്യ ഈസ് ഡിപ്പെൻഡിങ് ഓൺ 85% ഓഫ് ഇന്ത്യയുടെ നീഡ്സ് വരുന്നത് ഓയിലിൽ വരുന്നത്, അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവലിൽ വരുന്നത്, LPGയിൽ വരുന്നത് പുറത്തുനിന്നാണ്. അപ്പോൾ അതിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉൽപ്പന്നമോ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തൊക്കെ കാര്യം ഉണ്ടാക്കണം, ഇൻഡസ്ട്രിയോ ഒക്കെ വേണമെങ്കിൽ ഇത് ഉണ്ടാവണം. ഇത് കട്ട് ഓഫ് ആയിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ക്രൈസിസിനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഞാൻ പറയുന്നു, ഇവിടെയും വലിയ ക്രൈസിസ് ഉണ്ടെന്നേ. ഗൾഫിൽ മാത്രമൊന്നുമല്ല ക്രൈസിസ് ഉള്ളത്. ഇവിടെ ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, ദർ ഇസ് എ ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ ബാങ്കുകളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന മനസ്സിലല്ലേ ഡെപ്പോസിറ്റുകളൊക്കെ എടുത്ത് എന്താ പറയുക FCNRI ഫോറിൻ NRI ഡെപ്പോസിറ്റുകളൊക്കെ എടുത്തിട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യാണ്. അവർക്ക് പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ 3 രൂപ കുറഞ്ഞു, 93 ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്യാപിറ്റലിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ആ നിലക്കൊക്കെ ഇൻഫ്ലേഷൻ വരും. മനസ്സിലായില്ലേ. ഇപ്പം ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സാധനം കിട്ടാതിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ മുട്ട പൊരിക്കണ്ട, മുട്ട പുഴുങ്ങിയത് കഴിച്ചോ എന്ന് പറഞ്ഞാൽ മുട്ട കിട്ടാതായിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ വില കൂടും. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയണം. അപ്പോൾ ആ നിലക്ക് മൊത്തമായിട്ട് നമ്മളെ ഇത് ഞാൻ ഇവിടെ ഇരിക്കുന്നവർ ആരും എക്കണോമിക്സ് എക്സ്പേർട്സ് അല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഈ ചാലഞ്ചിനെ എങ്ങനെ നേരിടും എന്നുള്ളതിനെ പറ്റി എനിക്കറിയാം. ഒറ്റ കാര്യം ഇതിന് അപ്പുറത്തും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇന്ത്യ ഇതിൽ കാര്യമായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല എന്നേ ഞാൻ പറയട്ടെ. ഇന്ത്യ ഇടപെട്ടല്ലോ, മനസ്സിലായില്ലേ. ഇന്ത്യ ചൈനയെ ധിക്കരിച്ചുകൊണ്ട് ദലായി ലാമക്ക് അഭയം കൊടുത്ത് ടിബറ്റിന് അംഗീകാരം കൊടുത്തു. അതേമാതിരി തന്നെ ഇന്ദിരാഗാന്ധി US 7th ഫ്ലീറ്റിനെ ധിക്കരിച്ചുകൊണ്ട് USA ധിക്കരിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ഇടപെട്ടു. നമ്മുടെ രാജീവ് ഗാന്ധി ശ്രീലങ്കയിൽ ഇടപെട്ടു. അപ്പോൾ നമ്മളിതിൽ ഇടപെടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ വിശ്വഗുരുവാണെന്നോ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീക്കമൊന്നും പറയുന്നില്ലല്ലോ. നമ്മൾ കരുതിയിരിക്കണം എന്ന് എല്ലാവർക്കും അറിയാലോ, കരുതിയിരിക്കണം എന്നുള്ളത്. അതല്ല ഇഷ്യൂ എടുക്കുന്നത്. എന്താണ് സ്റ്റെപ്സ് എടുക്കുന്നത് ഗവൺമെൻറ്? അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് സ്റ്റെപ്സ് എടുക്കേണ്ടത്. എനിക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്കണോമിസ്റ്റാണ്. പക്ഷേ ഞാൻ എൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് ഇന്ത്യ കുറച്ച് അപ്പുറത്ത് പോയി പറയാം, കുറച്ച് ഇപ്പുറത്ത് പോയി പറയാം, കുറച്ച് ഡയലോഗ് അവിടെ അടിക്കുക, അവിടെ കെട്ടിപ്പിടിക്കുക, അതിലൊന്നും കാര്യമില്ല. യു ഹാവ് ടു ഇൻ്റർഫിയർ. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ലോകത്ത് തന്നെ വലിയൊരു എക്കണോമിക് സ്റ്റാഗ്ഫ്ലേഷൻ എന്നാണ് പറയുക. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ ഓഫ് എക്കണോമി, പ്രൊഡക്ടിവിറ്റി ഇല്ലാതാവുന്നു. സ്റ്റാഗ്ഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രൊഡക്ഷൻ ഉണ്ടാവില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യക്ക് വലിയൊരു റോള് പ്ലേ ചെയ്യാനുണ്ട്. അത് ശക്തമായ രീതിയിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാരന്മാർ ഇപ്പോൾ അദ്ദേഹം ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പം ശ്രീ ജോസഫ് ആന്റണി പറഞ്ഞ് അവസാനിപ്പിച്ച ആ വാചകമുണ്ട്, ഒരു പെട്ടെന്ന് തീർക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു, അങ്ങനെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തു ഡൊണാൾഡ് ട്രംപിന്. പക്ഷേ ഒരിക്കലും ഇറാൻ യുദ്ധം ആഗ്രഹിച്ചിരുന്നേയില്ല. ഇറാൻ സമാധാന ചർച്ചകളുമായി ഒമാനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ പിന്നീട് അവിടെ നിന്ന് കാണുന്നത് ഇറാൻ തിരിച്ച് അടിക്കുകയാണ്. പ്രത്യാക്രമണം, പ്രതിരോധം, ഇനി കീഴടങ്ങാനില്ല എന്നുള്ള സന്ദേശമാണ്. അപ്പോൾ ഇനി എന്ത്? ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. കേരള ഗവൺമെൻറ്, ഈ നിങ്ങൾ പത്രക്കാർ മീഡിയയൊക്കെ ഈ ശശി അങ്ങോട്ട് വന്നു മനസ്സിലായില്ലേ, അല്ലെങ്കിൽ എന്താ പറയുക മറ്റേയാൾ അങ്ങോട്ടേക്ക് സുധാകരൻ ഇങ്ങോട്ട് വന്നു, ഇതൊക്കെ നിർത്തിയിട്ട് ഇവിടെ ഗവൺമെൻറ്, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉണ്ടല്ലോ, ഇൻ്ററിം ഗവൺമെൻറ് ആണല്ലോ, അത് ഒരു കമ്മിറ്റീനെ കമ്മീഷൻ എന്താണെന്ന് വെച്ചാൽ പേര് കൊടുത്തോട്ടെ മനസ്സിലല്ലോ, എമർജൻസി ഇത് ഉണ്ടാക്കിയിട്ട് സാമ്പത്തിക വിദഗ്ധർ, മറ്റേ നേരത്തെ പറഞ്ഞ മാതിരി വിദേശകാര്യ വിദഗ്ധർ, NRIs ഇവരൊക്കെ കൂടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം എന്നേ. അത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രതിസന്ധി എങ്ങനെ നേരിടണം എന്നുള്ള ബാങ്കിങ് വിദഗ്ധർ ഇവരായിട്ടൊക്കെ കൂടിക്കായ ഒരു ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു അനക്കവും നമ്മൾ കാണുന്നില്ല. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശൈലജ ടീച്ചർ ജയിക്കോ ഇല്ലയോ മനസ്സിലായില്ലേ, അത് അല്ലെങ്കിൽ സണ്ണി ജോസഫ് ജയിക്കോ, അത് ആരോ ജയിച്ചോട്ടെ, അതൊന്നും ഇവിടെ പ്രശ്നമല്ലെന്നേ, അത് ജയിക്കേണ്ടവർ വോട്ട് ചെയ്യുമ്പോൾ ജയിച്ചോളും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ സീരിയസ് ആയിട്ടുള്ള പ്രതിസന്ധിയിലോട്ട്, പ്രത്യേകിച്ച് നമ്മുടെ CM ആയിട്ടുള്ള ശ്രീ പിണറായി വിജയൻ സീരിയസ് ആയിട്ടുള്ള ഈ പ്രതിസന്ധിയിൽ ഉടനെ തന്നെ ഇടപെടണം. അല്ലെങ്കിൽ നേരത്തെ ശ്രീ ശ്രീനിവാസൻ പറഞ്ഞ മാതിരി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ദുബായ് എന്ന് പറഞ്ഞ മാതിരി തന്നെ വലിയൊരു പ്രതിസന്ധിയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുക. അതാണ് ചെയ്യേണ്ടത്. ശരി, വളരെയധികം നന്ദി. സൂപ്പർ പ്രൈം ടൈം ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും വളരെയധികം നന്ദി.